ഇതിൻ്റെ മറ്റു വിവരങ്ങൾ. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല ഒരു സർപ്രൈസാ, ഇടുക്കി. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല 84.64. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂള് കാസർഗോഡ് ശതമാനം 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾ 76. അതിൽ സർക്കാർ സ്കൂളുകൾ 9, എയ്ഡഡ് സ്കൂളുകൾ 24, അൺഎയ്ഡഡ് സ്കൂളുകൾ 30, സ്പെഷ്യൽ സ്കൂളുകൾ 13. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 68,410. 100% വിജയം കരസ്ഥമാക്കിയ ആകെ സ്കൂളുകൾ 76. പിന്നെ അതിൻ്റെ കാറ്റഗറിയാണ് സർക്കാർ സ്കൂൾ 9, എയ്ഡഡ് സ്കൂൾ 24, അൺഎയ്ഡഡ് സ്കൂൾ 30, സ്പെഷ്യൽ സ്കൂൾ 13. കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ മലപ്പുറം ജില്ലയിൽ 68,410. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വയനാട് 9,289. മുഴുവൻ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം, അതായത് 1200-ൽ 1200 മാർക്കും നേടിയ അതിമിടുക്കരും മിടുക്കികളുമായ കുട്ടികൾ 1200-ൽ 1200 60. അതിൽ ആൺകുട്ടികൾ 10. അവിടെയും അത് പ്രകടമാണ്. പെൺകുട്ടികൾ 50. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷം ഈ മുഴുവൻ സ്കോർ ലഭിച്ച കുട്ടികൾ 41 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇത്തവണ 60 പേരുണ്ട്. മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. 30,561 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. ഇത് കഴിഞ്ഞ വർഷം 30,145. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, കൂടുതലാണ്. ഇതിലിനി പെൺകുട്ടികൾ 23,095, ആൺകുട്ടികൾ 7,466. അവിടെയും ആ ഒരു വലിയ അന്തരമുണ്ട്. സയൻസ് 2,970, ഹ്യൂമാനിറ്റീസ് 2,327, കൊമേഴ്സ് 5,264. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹരാക്കിയ ജില്ല മലപ്പുറം 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്, 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സ്കൂൾ, ജില്ല കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളിലേക്ക് വരികയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി മലപ്പുറം ജില്ലയിൽ 835 പേർ. വിജയശതമാനം 85.39. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ, അതും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി മലപ്പുറം 835 പേർ. വിജയശതമാനം നേരത്തെ പറഞ്ഞ പോലെ 85.39. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.